ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് എത്ര ഈസിയായ രീതിയിൽ ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു 2D പ്ലാൻ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ പുതുപുത്തൻ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി നമ്മുടെ ഓരോരുത്തരുടെയും കമ്പ്യൂട്ടറിൽ ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഒരു വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എല്ലാ വെർഷനിലും നമ്മുടെ ഡ്രോയിങ് ടൂൾസ് ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. ആദ്യം തന്നെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് മുൻപ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റുകളും മുൻപ് ചെയ്തിരിക്കുന്ന ഡ്രോയിങ്സും കാണാൻ സാധിക്കും. നമുക്ക് അതേ ഡ്രോയിങ്ങിലാണ് ഏതെങ്കിലും മോഡിഫിക്കേഷനോ റീഡ്രോയിങ്ങോ ആവശ്യമായിട്ടുള്ളതെങ്കിൽ ആ ഡ്രോയിങ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല പുതിയ ഒരു വർക്ക് സ്പേസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെങ്കിൽ പേജിൻ്റെ ഇടത്ത് ഭാഗത്ത് കാണുന്ന സ്റ്റാർട്ട് ഡ്രോയിങ് എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വർക്ക് സ്പേസോടുകൂടി ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായി നമുക്ക് ചില സെറ്റിങ്സുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായി യൂണിറ്റ് സെറ്റ് ചെയ്യുക. ഇതിനായി കീബോർഡിൽ UN ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. പിന്നീട് തെളിഞ്ഞു വരുന്ന ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ സാധിക്കും ടൈപ്പ് ഓഫ് യൂണിറ്റ്. അതിൽ ഡെസിമൽ സെലക്ട് ചെയ്യുക. താഴെ പ്രിസിഷൻ 0 സെലക്ട് ചെയ്യുക. പിന്നീട് അതിൻ്റെ താഴെ ടൈപ്സ് ഓഫ് യൂണിറ്റിൽ മില്ലിമീറ്റർ, കിലോമീറ്റർ, മീറ്റേഴ്സ് ഇങ്ങനെ പല ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ മില്ലിമീറ്റർ സെലക്ട് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. പിന്നീട് അതിനുശേഷം നമുക്ക് പേജ് ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി കീബോർഡിൽ LIM ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. അതിൽ 0,0 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ. ഇതിൽ 10,000,10,000 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. പിന്നീട് ആ പേജ് സൂം ഓൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി Z എൻ്റർ ചെയ്യുക, പിന്നീട് A എൻ്റർ ചെയ്യുക. നമുക്ക് ഡ്രോയിങ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും മുകളിലുള്ള ഈ റിബൺ ബാറിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈൻസ്, പോളിലൈൻസ്, സർക്കിൾസ്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് സർക്കിൾസ്, ആർക്സ്. അതിൽ നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് ആർക്സ്, റെക്റ്റാങ്കിൾസ്, പോളികൾ എന്നിങ്ങനെ. അതിൻ്റെ തന്നെ തൊട്ടടുത്ത് മോഡിഫൈ ടൂൾ ബാർ കാണാൻ സാധിക്കും. അതിൽ നോക്കുകയാണെങ്കിൽ ട്രിമ്മിംഗ് ടൂൾ, ഫില്ലറ്റ്, ഓഫ്സെറ്റ് എന്നിങ്ങനെയുള്ള ടൂൾസുകളും അതിൻ്റെ തൊട്ടടുത്തായി ലെയർ ടൂൾ ബാറും കാണാൻ സാധിക്കും. ഇതിൽ ഓരോന്നും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യാം. പേജിൻ്റെ താഴെ ഭാഗത്ത് കാണുന്നതാണ് ടോഗിൾ കീസ്. ഇതിൽ 2D ഡ്രോയിങ് ചെയ്യുന്നതിന് വെറും 4 കീസ് മാത്രം ഓൺ ചെയ്തിരുന്നാൽ മതി. അത് ഡൈനാമിക് ഇൻപുട്ട്, ഓർത്തോ മോഡ്, ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്, ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നിവയാണ്. ബാക്കിയുള്ള ടോഗിൾ കീസ് എല്ലാം ഓഫ് ചെയ്തിടുക. അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻസ് കൂടി ഓഫ് ചെയ്തിടുക. ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പേജ് സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വരക്കാൻ പോകുന്ന ഡ്രോയിങ്സിൽ എത്ര എലമെൻറ്റ്സ് ആണോ ഉള്ളത് അത്രയും തന്നെ എലമെൻറ്റ്സ് സെപ്പറേറ്റ് ലെയേഴ്സായി ചെയ്യുന്നതായിരിക്കും ഉത്തമം. കാരണം പിന്നീട് നമുക്ക് ഏതെങ്കിലും മോഡിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ലെയറിൽ ആവശ്യമായിട്ട് വന്നാൽ ആ പെർട്ടിക്കുലർ ലെയർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ലെയർ പ്രിപ്പയർ ചെയ്യുന്നതിനായി
പേജിൻ്റെ മുകൾ ഭാഗത്തെ ലെയർ ടൂൾ ബാറിൽ ലെയർ പ്രോപ്പർട്ടീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പണായിട്ട് വരുന്ന ഇൻ്റർഫേസ് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇടത് ഭാഗത്ത് ഇതുപോലെയുള്ള സിമ്പിൾസ് കാണാൻ സാധിക്കും. ഇതിൽ ന്യൂ ലെയർ, ഡിലീറ്റ് ലെയർ, സെറ്റ് കറണ്ട് ലെയർ എന്നിങ്ങനെ ഓപ്ഷൻസും കാണാം. നമുക്കാവശ്യമായിട്ടുള്ളത് പുതിയ ഒരു ലെയർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായി ന്യൂ ലെയർ എന്ന സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ ഒരു ലെയർ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഏതാണോ ലെയർ ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആ ലെയറിൻ്റെ പേര് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സപ്പോസ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് ബൗണ്ടറി വാൾ എന്നുള്ള ലെയറാണ്. അപ്പോൾ ബൗണ്ടറി വാൾ എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും അതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെയേഴ്സ് എല്ലാം നമ്മൾ ആദ്യം തന്നെ ഒരു റഫായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. സപ്പോസ് ബൗണ്ടറി വാൾ, ഡോർസ്, വിൻഡോസ്, ഡയമെൻഷൻസ്, ടെക്സ്റ്റ്, ഹാച്ചിങ്, എക്സെട്ര. നമുക്ക് എത്ര ലേയേഴ്സ് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. നമുക്ക് എത്ര എലമെൻറ്റ്സ് ആണോ നമ്മുടെ ഡ്രോയിങ്ങിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് അത്രയും തന്നെ ലേയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇപ്പോൾ നമുക്ക് ആവശ്യമായ ഓൾമോസ്റ്റ് എല്ലാ ലെയേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് പുതിയതായി ആവശ്യമായിട്ട് വന്നാൽ അപ്പോൾ വേണമെങ്കിലും ഒരു പുതിയ ലെയർ ഈസിയായി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതിനായി നമ്മൾ ഇപ്പോൾ ചെയ്തിരുന്ന ഇതേ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് അല്ലെങ്കിൽ ഫോളോ ചെയ്താൽ മതിയാവും. ഇനി നോക്കുകയാണെങ്കിൽ ഓരോ ലെയേഴ്സിനും ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ടടുത്തായി തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് ലൈൻസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് ഏതുതരം ലൈൻസ് ആണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂസ് ലൈൻ ഇല്ലെങ്കിൽ ഹിഡൻ ലൈൻസ്, ഇതുപോലെ മെനി ടൈപ്സ് ഓഫ് ലൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് ലൈൻ ടൈപ്പാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായി ലൈൻ വെയ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ വരക്കുന്ന ലൈൻസ് എത്ര തിക്നെസ്സിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ടോ അത്രയും തന്നെ തിക്നെസ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. കളർ ഫോർ ദ ലെയർ, നമ്മൾ വരക്കുന്ന ലൈൻസ് ഏത് പർട്ടിക്കുലർ ലെയറിലാണോ ഉള്ളത് ആ ലെയറിൻ്റെ കളർ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സോ കളർ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ലെയേഴ്സിനും സെപ്പറേറ്റ് കളർ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇത് വളരെ ഈസിയായി ഓരോ ലെയേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മെ സഹായിക്കും. ഇതിനായി ഓരോ ലെയേഴ്സിനും കളർ സെറ്റ് ചെയ്യുക. ഇതിനായി കളർ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും ആവശ്യമായ കളർ സെലക്ട് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. ഇങ്ങനെ ഓരോ ലെയേഴ്സിനും ആവശ്യമായുള്ള കളർ ടോൺ സെറ്റ് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊട്ടടുത്ത് വരുന്ന ലൈൻസ് ആണെങ്കിൽ ഒരേപോലെയുള്ള കളർ ടോൺ സെലക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം, എല്ലാ പ്രോപ്പർട്ടീസും സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഇൻ്റർഫേസ് ക്ലോസ് ചെയ്യുക. അടുത്തതായി നമ്മൾ വരക്കാൻ പോകുന്ന ലെയർ കറണ്ട് ലെയറായി സെറ്റ് ചെയ്യുക. അതിന് ലെയറിൽ ക്ലിക്ക് ചെയ്യുക,
നമുക്ക് ആവശ്യമായുള്ള ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് അതായിരിക്കും കറണ്ട് ലെയർ. പിന്നീട് ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്നും ഡ്രോയിങ് ടൂൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ L ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ, പേജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ആവശ്യമായുള്ള വാല്യൂ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇവിടെ 15,000 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്വേർഡ് ഡയറക്ഷൻ 20,000, എൻ്റർ. then again 15,000, enter. then downward direction 20,000, double enter. ഇപ്പോൾ നമ്മുടെ UCS ഐക്കൺ ഡ്രോയിങ്ങിൻ്റെ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഇതിനായി UCS ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റ് UCS ഐക്കൺ സെറ്റപ്പ് അത് ക്ലിക്ക് ചെയ്യുക. UCS ഐക്കൺ അറ്റ് ദ ഒറിജിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജിൻ്റെ അടുത്ത ഭാഗത്തായി UCS ഐക്കൺ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ബൗണ്ടറി വാൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ വാൾ ഡ്രോ ചെയ്യുന്നതിനായി ബൗണ്ടറി വാളിൽ നിന്നും സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് നമുക്ക് ഓഫ്സെറ്റായി നൽകാം. ഇതിനായി മോഡിഫിക്കേഷൻ ടൂൾ ബാറിൽ നിന്നും ഓഫ്സെറ്റ് ടൂൾ സെലക്ട് ചെയ്യുകയോ അതല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ O പ്രസ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുകയോ ചെയ്യാം. അതിനുശേഷം വാല്യൂ എത്രയാണോ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് നൽകേണ്ടത് ആ വാല്യൂ ടൈപ്പ് ചെയ്യുക, എഗെയിൻ എൻ്റർ ചെയ്യുക. പിന്നീട് ഏത് ഒബ്ജക്റ്റിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ലൈനിൽ നിന്നാണോ ഓഫ്സെറ്റ് നൽകേണ്ടത് ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ഭാഗത്താണോ നമുക്ക് ഓഫ്സെറ്റ് ആവശ്യമായിട്ടുള്ളത്, സപ്പോസ് ഇൻസൈഡിലാണോ അല്ലെങ്കിൽ ഔട്ട്സൈഡിലാണോ നമുക്ക് ഓഫ്സെറ്റ് ആവശ്യമായിട്ടുള്ളത് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതേ പ്രൊസീജിയർ 4 ഭാഗത്തും റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിനായി 2 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന്, മോഡിഫിക്കേഷൻ ടൂൾ ബാറിൽ നിന്നും ഫില്ലറ്റ് സെലക്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ F ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഏത് ഭാഗമാണോ ഫില്ലറ്റ് ആവശ്യമായിട്ടുള്ളത് ആ 2 ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക. മറ്റൊരു ഓപ്ഷൻ, മോഡിഫിക്കേഷൻ ടൂൾ ബാറിൽ നിന്നും ട്രിമ്മിംഗ് ടൂൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഏത് ഭാഗമാണോ ട്രിമ്മിംഗ് ആവശ്യമായിട്ടുള്ളത് ആ ഭാഗം ട്രിം ചെയ്യുക. ഇതിനുള്ള ഷോർട്ട് കീസ് കീബോർഡിൽ TR എൻ്റർ ചെയ്തതിന് ശേഷം ഡബിൾ എൻ്റർ ചെയ്യുക. ട്രിം ചെയ്യേണ്ട ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എക്സ്റ്റേണൽ വാൾസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെ ഓഫ്സെറ്റ് നൽകി ഇൻറ്റേർണൽ വാൾസും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ട്രിമ്മിംഗ് ടൂൾ അല്ലെങ്കിൽ ഫില്ലറ്റ് ടൂൾ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത അതേ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്.
കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത ചില ഭാഗങ്ങൾ നമുക്ക് ട്രിമ്മിംഗ് ടൂൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഏത് ഒബ്ജക്റ്റാണോ നമുക്ക് നീക്കം ചെയ്യേണ്ടതായിട്ടുള്ളത് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ള മിസ്റ്റേക്ക്, കറണ്ട് ലെയർ ബൗണ്ടറി വാളും നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ബിൽഡിംഗ് വാൾസുമാണ്. സോ അത് ചേഞ്ച് ചെയ്യുന്നതിനായി ബിൽഡിംഗ് വാൾസ് മൊത്തമായി സെലക്ട് ചെയ്ത് ലെയർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കറണ്ട് ലെയറായി വാൾ സെലക്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ബിൽഡിംഗ് വാൾസ് വാൾ ലെയറിലേക്ക് ചേഞ്ച് ആയതായി കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ആവശ്യമില്ലാത്ത വാളുകൾ നമുക്ക് ട്രിമ്മിംഗ് ടൂൾ ഉപയോഗിച്ചോ ലൈൻ ടൂൾ ഉപയോഗിച്ചോ നീക്കം ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ വാൾ നമ്മൾ രണ്ട് സൈഡിലുമുള്ള ലൈൻസ് ലൈൻ ടൂൾ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക.
അതിനുശേഷം മിഡിൽ വരുന്ന പോർഷൻ ഡിലീറ്റ് ചെയ്യുകയോ ട്രിം ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സിറ്റൗട്ടിൽ കാണുന്ന ഈ വാളിലെ സിംഗിൾ ലൈൻ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് രണ്ട് എൻഡിലുമുള്ള വാൾ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിന് മിഡിൽ ഭാഗത്ത് വരുന്ന ലൈൻസ് ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡോർ ഓപ്പണിങ്സ് നൽകുന്നതിനായി വാളിൻ്റെ ഏത് ഭാഗത്താണോ നമുക്ക് ഡോർസ് ഓപ്പണിംഗ് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ സൈഡിലുള്ള വാൾ ലൈൻ ടൂൾ ഉപയോഗിച്ച് ലൈൻ ക്ലോസ് ചെയ്യുക. അവിടെ നിന്ന് ഓഫ്സെറ്റ് ടൂൾ ഉപയോഗിച്ച് എത്രയാണോ നമുക്ക് വിഡ്ത്ത് ആവശ്യമായിട്ടുള്ളത് ആ ഓഫ്സെറ്റ് നൽകി ഇൻറ്റേർണൽ ഡോർസ് ആണെങ്കിൽ 1 മീറ്ററും മെയിൻ ഡോർ ആണെങ്കിൽ 1.5 മീറ്ററും ഓഫ്സെറ്റ് നൽകി ലൈൻ വരയ്ക്കുക. അതിനുശേഷം മിഡിൽ പോർഷൻസ് ട്രിമ്മിംഗ് ടൂൾ ഉപയോഗിച്ച് ട്രിം ചെയ്യുക. അതല്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇതേ പ്രൊസീജിയർ മറ്റെല്ലാ ഡോർ ഓപ്പണിങ്സിലും ഫോളോ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതായി വിൻഡോസ് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി കറണ്ട് ലെയറായി വിൻഡോ സെറ്റ് ചെയ്യുക. വിൻഡോ ഡ്രോ ചെയ്യുന്നതിനായി ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്നും റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുകയോ കീബോർഡിൽ REC ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുകയോ ചെയ്യാം. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പേജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ വിൻഡോ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് അത് ടൈപ്പ് ചെയ്യുക, കോമ നമ്മുടെ വാൾ തിക്നെസ് എത്രയാണോ ആ വാൾ തിക്നെസ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇതുപോലെ എത്ര തരം വിൻഡോസ് നമുക്ക് ആവശ്യമായിട്ടുണ്ടോ അത്രയും വിൻഡോസ് റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി വിൻഡോയിലെ ഗ്ലാസ് മെൻഷൻ ചെയ്യുന്നതിനായിട്ട് ലൈൻ ടൂൾ ഉപയോഗിച്ച് മിഡിൽ ഒരു ലൈൻ ഡ്രോ ചെയ്യുക. അതിനുശേഷം ഓഫ്സെറ്റ് ടൂൾ ഉപയോഗിച്ച് രണ്ട് ഭാഗത്തും 25 mm ഓഫ്സെറ്റ് നൽകുക.
അവസാനം മിഡിൽ ഭാഗത്തെ ലൈൻ നീക്കം ചെയ്യുക. നമ്മൾ വരച്ചിരിക്കുന്ന ഓരോ വിൻഡോയും ഗ്രൂപ്പ് ചെയ്യുന്നതിനായി സെലക്ട് ചെയ്യുക, ജി പ്രസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഓരോ വിൻഡോയും സിംഗിൾ ബോഡിയായി സെലക്ട് ചെയ്യാൻ സാധിക്കും. വരച്ചിരിക്കുന്ന വാളിൽ വിൻഡോസ് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി വരച്ചിരിക്കുന്ന വിൻഡോ കോപ്പി ചെയ്യുക. ഇതിനായി വിൻഡോസ് സെലക്ട് ചെയ്ത് കീബോർഡിൽ CO പ്രസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. പിന്നീട് സെലക്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് പേസ്റ്റ് ചെയ്യേണ്ട ഭാഗത്ത് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഓരോ വിൻഡോസും കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇനി വിൻഡോ റൊട്ടേറ്റ് ചെയ്യുന്നതിനായി നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന വിൻഡോ മുഴുവൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ RO ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. പിന്നീട് റൊട്ടേറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ എക്സ് ഡയറക്ഷനിലോ വൈ ഡയറക്ഷനിലോ നമ്മൾ കർസർ കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഡയറക്ഷനിൽ വിൻഡോ വരുന്നത് കാണാൻ സാധിക്കും. സോ ഏത് ഡയറക്ഷനാണല്ലോ നമുക്ക് വിൻഡോസ് ആവശ്യമായിട്ടുള്ളത് ആ ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ബാക്കി വരുന്ന വിൻഡോസും ഈ സെയിം റിപ്പീറ്റ് ചെയ്യുക. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഏത് വിൻഡോ ആണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ വിൻഡോ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി CO ഫോർ കോപ്പി ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സെലക്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ മിഡിൽ ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഭാഗത്താണോ വാളിൻ്റെ ഏത് ഭാഗത്താണോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ മിഡിൽ പോർഷൻ ക്ലിക്ക് ചെയ്യുക. സോ അവിടെ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അടുത്തതായി സ്റ്റെയർ കേസ് ഡ്രോ ചെയ്യുന്നതിനായി ഓഫ്സെറ്റ് ടൂൾ ഉപയോഗിച്ച്
1000 mm ലാൻഡിംഗ് സ്ലാബ് വിഡ്ത്ത് നൽകുക. അതിനുശേഷം അതിൽ നിന്നും നമ്മുടെ ത്രെഡ്സ് 250 mm വിഡ്ത്തിൽ ത്രെഡ്സ് ഓഫ്സെറ്റ് നൽകുക. ആസ് പെർ നമ്മുടെ കാൽക്കുലേഷൻ 10 നമ്പേഴ്സ് ഓഫ് ത്രെഡ്സ് ആണ് വരുന്നത്. സോ 9 ഓഫ്സെറ്റ് ലൈൻസ് നൽകുക. അതിനുശേഷം ആവശ്യമില്ലാത്ത പോർഷൻ ട്രിമ്മിംഗ് ടൂൾ ഉപയോഗിച്ച് ട്രിം ചെയ്ത് കളയുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന സ്റ്റെയർ കേസ് വിൻഡോസ് ലെയറിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ലെയർ ടൂൾ ബാറിൽ സ്റ്റെയർ കേസിന് ലെയേഴ്സ് അവൈലബിൾ അല്ല. സോ അതിനാൽ ലെയർ പ്രോപ്പർട്ടീസിൽ പോയി സ്റ്റെയർ കേസിന് പുതിയ ഒരു ലെയർ പ്രിപ്പയർ ചെയ്യുക. പിന്നീട് വരച്ചിരിക്കുന്ന സ്റ്റെയർ കേസ് സെലക്ട് ചെയ്ത് സ്റ്റെയർ കേസ് ലെയർ സെറ്റ് ചെയ്യുക. കറണ്ട് ലെയറായി സ്റ്റെയർ കേസ് ലെയർ സെറ്റ് ചെയ്യുക. ഇതേ സ്റ്റെയർ കേസ് ലെയറിൽ തന്നെ സ്റ്റെപ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ സിറ്റ് ഔട്ടിലേക്കുള്ള സ്റ്റെപ്സ് ഓഫ്സെറ്റ് ടൂൾ ഉപയോഗിച്ച് 250 mm ത്രെഡ്സ് ഓഫ്സെറ്റ് നൽകി നമുക്ക് സിറ്റ് ഔട്ടിലേക്കുള്ള സ്റ്റെപ്സ് അതുപോലെ തന്നെ കിച്ചണിലേക്കുള്ള സ്റ്റെപ്സും ഡ്രോ ചെയ്യുക. ബിൽഡിങ്ങിന് ചുറ്റുമുള്ള സൺഷെയ്ഡ് വരക്കുന്നതിന് വേണ്ടി പുതിയ ലെയർ പ്രിപ്പയർ ചെയ്യുക. സോ ലെയർ പ്രോപ്പർട്ടീസിൽ പോയി ന്യൂ ലെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം പുതിയ ലെയർ പ്രിപ്പയർ ചെയ്യുക. സൺഷെയ്ഡ് വരക്കുന്നതിനായി ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്നും പോളി ലൈൻ സെലക്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ PL ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. പിന്നീട് ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റേണൽ കോർണേഴ്സ് സെലക്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുന്നതിനായി എസ്കേപ്പ് പ്രസ് ചെയ്യുക. പിന്നീട് 600 mm വിഡ്ത്തിൽ എക്സ്റ്റേണൽ സൈഡിലേക്ക് ഓഫ്സെറ്റ് നൽകുക. പിന്നീട് എസ്കേപ്പ് പ്രസ് ചെയ്തതിന് ശേഷം കോർണേഴ്സിൽ ലൈൻ ടൂൾ ഉപയോഗിച്ച് ലൈൻ ഡ്രോ ചെയ്യുക.
ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ലൈനിൻ്റെ ലൈൻ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നതിനായി ആ ലൈൻ സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടീസിൽ അതേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഡ് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് നിരവധി ലൈൻ ടൈപ്പുകൾ അവൈലബിൾ ആയിട്ട് കാണാം. സോ ഇതിൽ ഏത് ലൈനാണോ നമുക്ക് ആവശ്യമുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ നൽകാൻ പോകുന്നത് ഹിഡൻ ലൈൻസ് ആണ്. സോ ഹിഡൻ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. സോ അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ലൈൻ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പ്രോപ്പർട്ടീസിൽ നൽകിയിരിക്കുന്ന ഹിഡൻ ലൈനായി കാണുക സാധിക്കും. പിന്നീട് നമുക്കതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം അതേ പ്രോപ്പർട്ടീസിൽ പോയി അതിൻ്റെ സ്കെയിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1 ആണ്. നമ്മളത് 15 സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ സ്കെയിലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ലൈനിൻ്റെ പ്രോപ്പർട്ടി മറ്റൊരു ലൈനിന് നൽകണമെന്നുണ്ടെങ്കിൽ ആ ലൈൻ സെലക്ട് ചെയ്യുക, MA ഫോർ മാച്ച്, MA കീബോർഡിൽ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഏത് ലൈനിൻ്റെ പ്രോപ്പർട്ടിയാണോ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഡോർസ് വരയ്ക്കുന്നതിനായി കറണ്ട് ലെയർ ഡോർസ് സെറ്റ് ചെയ്യുക. നമുക്കതിൻ്റെ കളർ ടോൺസ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസിൽ പോയി കളർ ടോൺ ചേഞ്ച് ചെയ്യുക. പിന്നീട് നമുക്ക് ഡോർസ് അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് വരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനായി കീബോർഡിൽ Ctrl+3 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഇപ്പോൾ ഡോർസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ മീറ്റർ സൈഡ്സ് നമുക്ക് ഡോർസ് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള കുറച്ച് ആരോസ് കാണാൻ സാധിക്കും. നമ്മൾ ഈ ആരോസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ്, ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസ് ഏതാണോ ആ ആവശ്യമുള്ള സൈസിലേക്ക് നമുക്കിതിൻ്റെ സൈസ് അതുപോലെ തന്നെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഏത് വാളിലാണോ അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം CO ഫോർ കോപ്പി ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോർഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ പോർഷൻ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൈസുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും.
മെയിൻ ഡോർ ഡ്രോ ചെയ്യുന്നതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ MI ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. പിന്നീട് ഗ്രൂപ്പ് ചെയ്യുന്നതിനായി മൊത്തമായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ G പ്രസ് ചെയ്ത് എൻ്റർ ചെയ്യുക. നമുക്കിതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം RO ഫോർ റൊട്ടേറ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. പിന്നീട് കർസർ മൂവ് ചെയ്യുന്ന ഭാഗത്തേക്ക് റൊട്ടേറ്റ് ആവുന്നത് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് കോപ്പി ചെയ്ത് നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് ആ ലൊക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമ്മൾ വരച്ചിരിക്കുന്ന ഡ്രോയിങ്ങിൽ ആവശ്യമായ ഭാഗത്ത് ടെക്സ്റ്റ് നൽകാൻ സാധിക്കും. ഇതിനായി ആദ്യം കറണ്ട് ലെയറായി ടെക്സ്റ്റ് സെറ്റ് ചെയ്യുക. പിന്നീട് ഡയമെൻഷൻ ടൂൾ ബാറിൽ നിന്നും ടെക്സ്റ്റ് ടൂൾ ബാർ സെലക്ട് ചെയ്ത് നമുക്ക് എവിടെയാണോ ടെക്സ്റ്റ് നൽകേണ്ടത് ആ ഭാഗത്ത് ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്യുക. ആ സമയത്ത് നമുക്ക് ടെക്സ്റ്റ് നൽകാൻ ആവശ്യമായിട്ടുള്ള ഒരു ഭാഗം അപ്പിയറായി വരുന്നത് കാണാം. ഈ ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റും അതുപോലെ തന്നെ ആ റൂം ഡയമെൻഷൻ ഇതെല്ലാം നൽകാൻ സാധിക്കും. പിന്നീട് ബാക്കി ഭാഗങ്ങളിലേക്കും ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന ഇതേ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നീട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം എഡിറ്റ് ചെയ്യാനും സാധിക്കും. വാളിലും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മറ്റു ഏരിയകളിലും ഹാച്ചിങ് ചെയ്യുന്നതിന് മുൻപായി കറണ്ട് ലെയറായി ഹാച്ചിങ് സെറ്റ് ചെയ്യുക. പിന്നീട് കീബോർഡിൽ H ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്സ് ഓഫ് ഹാച്ചിങ്സും വ്യൂ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏത് ടൈപ്പാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം പെർട്ടിക്കുലർ പോർഷനിൽ നമുക്ക് ഹാച്ചിങ് ചെയ്യേണ്ട ഏരിയയിൽ കർസർ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ ആ പെർട്ടിക്കുലർ പോർഷനിൽ
ഹാച്ചിങ് ആയതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്കതിൻ്റെ സ്കെയിലിംഗ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന സ്കെയിൽ എന്ന് പറഞ്ഞ പോർഷനിൽ നമുക്ക് ഇതിൻ്റെ സ്കെയിൽ വിഡ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിലും കുറക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ സൈസ്, അതിനാവശ്യമായുള്ള സൈസ് വാല്യൂസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഓരോ റൂമിലും ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിനു മുൻപായി ലെയേഴ്സിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ന്യൂ ലെയേഴ്സ് പ്രോപ്പർട്ടീസിൽ പോയി ന്യൂ ലെയർ സെറ്റ് ചെയ്ത് ഫർണിച്ചർ ലെയർ പ്രിപ്പയർ ചെയ്യുക. പിന്നീട് ഫർണിച്ചേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഇൻസേർട്ട് ബ്ലോക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഇപ്പോൾ നമുക്ക് അതിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഫർണിച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. സോ അത് നമ്മൾ ഇതിൽ ഇമ്പോർട്ട് ചെയ്തു വെക്കുക. പിന്നീട് അതിനുശേഷം അതിൽ നിന്ന് ബ്രൗസ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഡയമെൻഷൻസ് നൽകുന്നതിന് മുൻപായി കറണ്ട് ലെയർ ഡയമെൻഷൻസ് സെറ്റ് ചെയ്യുക. നമുക്കതിൻ്റെ കളർ ടോൺ ചേഞ്ച് ആവശ്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കളർ ടോൺ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡയമെൻഷൻ ടൂൾ ബാറിൽ പോയി ഡയമെൻഷൻ ടൂൾ, ലീനിയർ ഡയമെൻഷൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗമാണോ ഡയമെൻഷൻ ചെയ്യേണ്ടത് അതിൻ്റെ 2 എൻഡ് പോർഷനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഡയമെൻഷൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഡയമെൻഷൻ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ D പ്രസ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ കാണുന്ന ഇൻ്റർഫേസിൽ ഡയമെൻഷൻ സ്റ്റൈൽ നമുക്ക് പലവിധ പ്രോപ്പർട്ടീസും, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻസിൻ്റെ പലവിധ പ്രോപ്പർട്ടീസും, സൈസ് ഓഫ് ആരോസ്, ലൈൻസ്, അലൈൻമെൻറ്റ്, ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും.